ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ധന്യനായ അപ്പോസ്തലൻ റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. അപ്പോൾ വചനം പറയുന്നത് ഭയപ്പെടുന്ന ആത്മാവാണ് ദാസ്യത്വത്തിൻ്റെ ആത്മാവ്. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ടതിനല്ല നിങ്ങൾ പ്രാപിച്ചത്. നിങ്ങൾ പ്രാപിച്ചത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. റോമാസഭയ്ക്ക് ഈ ലേഖനം കൈമാറുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന നമ്മോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നമ്മൾ ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, നമ്മൾ പുത്രത്വത്തിൻ്റെ, എന്ന് വെച്ചാൽ നമുക്ക് അപ്പൻ മക്കൾ ബന്ധമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദാസനല്ല, മകനാണ്, അല്ലെ മകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദാസൻ എന്ന് പറയുമ്പോൾ യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷേ അപ്പനും മക്കളെന്ന് പറയുമ്പോൾ അത് അസാധാരണമായ ആഴമേറിയ ബന്ധമാണ്. അതിനകത്ത് ഭയത്തിൻ്റെ ആത്മാവില്ല. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് അപ്പൻ്റെ 2 മക്കളിൽ ഒരുവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സകലതും സ്വരൂപിച്ച് ദൂരദേശത്ത് പോയി സകലതും നാനാവിധമാക്കി എല്ലാം തകർത്തിട്ട് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അപ്പനിൽ നിന്ന് പ്രാപിച്ചതാണ്. എന്നാൽ എല്ലാം നശിപ്പിച്ചിട്ട് തനിക്ക് സുബോധം വന്നപ്പോൾ താൻ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്ന മകനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന അപ്പനെക്കുറിച്ച് കർത്താവ് തന്നെ പറയുകയാണ്. എന്തുകൊണ്ടാണ് പ്രിയരെ? അതാണ് അപ്പൻ മക്കൾ ബന്ധം. അപ്പൻ്റെ നന്മയാണ് വാങ്ങിച്ചത്, എല്ലാം തകർത്ത് കളഞ്ഞു, എല്ലാം നശിപ്പിച്ചു. അഭിഷേകം പോയി, അധികാരം പോയി, സുവിശേഷത്തിൻ്റെ ചെരുപ്പും പോയി. എല്ലാം നഷ്ടപ്പെട്ട ആ മകന് അപ്പനെല്ലാം തിരിച്ചു കൊടുക്കുക. കാരണം എന്തുവാണ്? അപ്പൻ്റെ മകനാണ്. എന്നാലൊന്ന് നോക്കിയേ, ദാസനാണെങ്കിൽ യജമാനൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചതൊക്കെ കൊണ്ടുപോയി എല്ലാം തകർത്തിട്ട് എല്ലാം നശിപ്പിച്ചിട്ട് തിരിച്ചു വരുന്ന ആ ദാസനെ യജമാൻ എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത്? യജമാൻ എന്തു ചെയ്യും ആ ദാസനെ? പക്ഷേ ഈ അപ്പൻ അങ്ങനെ ചെയ്തില്ലല്ലോ. അപ്പൻ എന്താ ചെയ്തേ? അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തു. ഇവിടെ റോമാലേഖനത്തിനകത്ത് പറയുന്നത് ആ ദാസ്യത്വത്തിൻ്റെ ആത്മാവല്ല, എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും മടങ്ങി വന്ന ആ മകനെ, മനസാന്തരപ്പെട്ട മകനെ ചേർത്ത് പിടിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിനകത്ത് ഈ കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്ന് അറിഞ്ഞിട്ട്, ഈ കർത്താവിൻ്റെ മനസ്സലിവിനെ ഒന്ന് അറിഞ്ഞിട്ട്, ആ കരുണയിൽ ആശ്രയിച്ച് അന്ത്യം വരെ വിശ്വസ്തയോടെ മകനും മകളുമായി സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.